ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്ന് എന്താണെന്ന് താങ്കൾക്കറിയാമോ? അതായത്, ഒരാളുടെ ഏറ്റവും വലിയ വിജയം തന്നെ അയാളുടെ ഏറ്റവും വലിയ ദുരന്തത്തിനും മരണത്തിനും കാരണമാവുക. ഉം, ശരിക്കും ഭയാനകമായൊരവസ്ഥയാണത്. അതെ, സ്വന്തം ദൗത്യം 100% വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ പേരിൽ ഒരു ഭരണകൂടം ഒരാളെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി തടവറയിലിടുക. കേൾക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് താങ്കൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായും തോന്നും. ഒരു വശത്ത് സ്വന്തം ജനതയുടെ കൂട്ടക്കൊല തടയാനുള്ള വലിയ ഉത്തരവാദിത്തം, മറുവശത്ത് സ്വന്തം വിശ്വാസത്തെ അടിയറവ് പറയാൻ പാടില്ല എന്ന ധാർമ്മിക പ്രതിസന്ധി. അതെ അതെ, ഈ രണ്ട് വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് തികച്ചും അവശനായ ആ മനുഷ്യൻ അകപ്പെട്ടുപോയത്. 1500 വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. പപ്പയായ പോപ്പ് ജോൺ ഒന്നാമന്റെ അവിശ്വസനീയവും എന്നാൽ അങ്ങേയറ്റം ദാരുണവുമായ ജീവിതകഥയാണ് നാം ഇന്ന് വിശദമായി വിശകലനം ചെയ്യുന്നത്. നമ്മൾ ഇതിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് കത്തോലിക്ക എൻസൈക്ലോപീഡിയയിലെയും മറ്റു ചരിത്രരേഖകളിലെയും വിവരണങ്ങളാണ്. പിന്നെ വിക്കിപീഡിയ ലേഖനങ്ങൾ, ഡെയിലി കോമ്പസ്, കത്തോലിക് എക്സ്ചേഞ്ച് എന്നിവയിലെ വിവരങ്ങളും ഇതിലുണ്ട്. ശരിയാണ്, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയവും മതപരവുമായ രണ്ട് പക്ഷത്തിന്റെയും കാഴ്ചപ്പാടുകൾ തികച്ചും നിഷ്പക്ഷമായി തന്നെയാണ് നമ്മൾ താങ്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതെ, ആ ഒരു നിഷ്പക്ഷത വളരെ പ്രധാനമാണ്. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. 6-ാം നൂറ്റാണ്ടിലെ ഈ രക്തരൂക്ഷിതമായ ചരിത്രം ഇന്ന് താങ്കൾ എന്തിനാണ് കേൾക്കുന്നത്? എന്താണ് ഇതിന്റെ പ്രസക്തി? അതിലേക്ക് എത്തുന്നതിനു മുൻപ് ചരിത്രം നമ്മളോട് പറയുന്ന ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. അതായത് AD 523 രാഷ്ട്രീയ സാഹചര്യം. ഓ, ആ കാലഘട്ടമെന്ന് പറയുമ്പോൾ തന്നെ വലിയ സംഘർഷങ്ങളുടെ സമയമല്ലേ? അതെ, അന്ന് പാശ്ചാത്യ റോമൻ സാമ്രാജ്യം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ഇറ്റലി ഉൾപ്പെടുന്ന പ്രദേശം ഭരിക്കുന്നത് ഓസ്ട്രോഗോത്ത് രാജാവായ തിയോഡോറിക്കാണ്. അദ്ദേഹമാകട്ടെ ഒരു ആര്യൻ വിശ്വാസിയായിരുന്നു. ഇവിടെ താങ്കൾക്കൊരു സംശയം തോന്നിയേക്കാം. എന്താണ് ഈ ആര്യൻ വിശ്വാസം? ഇതൊരു പ്രത്യേകതരം ക്രിസ്തീയ വിശ്വാസധാരയാണ്. അതായത്, ക്രിസ്തു ദൈവത്തിന് തുല്യനല്ല എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. എന്നാൽ ഭരണാധികാരിയായ തിയോഡോറിക് ഈ വിശ്വാസത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭൂരിഭാഗം ഇറ്റാലിയൻ ജനതയും സാധാരണ കത്തോലിക്ക വിശ്വാസികളായിരുന്നു. അവിടെയാണ് പ്രധാന പ്രശ്നം ഉടലെടുക്കുന്നത്. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട രാജാവ് ഭൂരിപക്ഷമുള്ള മറ്റൊരു വിഭാഗത്തെ ഭരിക്കുന്നു. ഇതിനൊപ്പം കിഴക്കൻ മേഖലയിലെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ബാക്കിപത്രമായ ബൈസന്റൈൻ സാമ്രാജ്യം. അതെ, അവിടെ അധികാരത്തിലുള്ള ജസ്റ്റിൻ ഒന്നാമനെന്ന ചക്രവർത്തി കടുത്ത ഒരു കത്തോലിക്ക അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. അപ്പോൾ പടിഞ്ഞാറ് ഇറ്റലിയിൽ ആര്യൻ വിശ്വാസിയായ ഒരു ഭരണാധികാരി, കിഴക്ക് കോൺസ്റ്റാന്റിനോപ്പിളിൽ കത്തോലിക്ക വിശ്വാസിയായ മറ്റൊരു ഭരണാധികാരി. ഈ രണ്ട് സാമ്രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തികൾ വെറും ഭൂമിശാസ്ത്രപരം മാത്രമായിരുന്നില്ല, അല്ലേ? അല്ല, മറിച്ച് വലിയൊരു മതപരമായ സംഘർഷത്തിന്റെ വക്കിലായിരുന്നു അന്ന് ലോകം. AD 523 ജസ്റ്റിൻ ചക്രവർത്തി ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതോടെയാണ് ഈ സ്ഫോടനാത്മകമായ സാഹചര്യം ശരിക്കും പൊട്ടിത്തെറിക്കുന്നത്. എന്ത് നിയമമായിരുന്നു അത്? തന്റെ സാമ്രാജ്യത്തിലുള്ള ആര്യൻ വിശ്വാസികൾക്കെതിരെ വളരെ കർശനമായൊരു ഉത്തരവായിരുന്നു അത്. ആര്യൻ വിശ്വാസികൾ അവരുടെ പള്ളികൾ ഉടൻ തന്നെ കത്തോലിക്കർക്ക് വിട്ടു നൽകണമെന്നും അവർ നിർബന്ധമായും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മാറണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഓഹോ! അല്ലാത്ത പക്ഷം അവർക്ക് സർക്കാർ തലത്തിലുള്ള ഔദ്യോഗിക പദവികൾ നഷ്ടപ്പെടുമെന്നായിരുന്നു ഭീഷണി. ഇത് സ്വാഭാവികമായും ഇറ്റാലിയിലെ തിയോഡോറിക് രാജാവിനെ വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാകണം. തന്റെ സ്വന്തം വിശ്വാസത്തിൽപ്പെട്ടവരെയാണല്ലോ മറ്റൊരു സാമ്രാജ്യത്തിൽ വേട്ടയാടുന്നത്. തീർച്ചയായും. വെറും മതപരമായ ദേഷ്യം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ അട്ടിമറിയുടെ തുടക്കമാണോ എന്ന് രാജാവ് സംശയിച്ചിട്ടുണ്ടാകില്ലേ? ആ സംശയം വളരെ വലുതായിരുന്നു. കാരണം തിയോഡോറിക് രാജാവിന് തന്റെ സ്വന്തം ഭരണകൂടത്തിലുള്ള കത്തോലിക്കരെ പോലും വിശ്വാസമില്ലാതായി. അവർ ബൈസന്റൈൻ സാമ്രാജ്യവുമായി രഹസ്യബന്ധം പുലർത്തുന്നുണ്ടെന്ന് പുള്ളി വിശ്വസിച്ചു. അതായത് തന്നെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം വധിച്ചു. ഭയം ഒരു ഭരണാധികാരിയെ എത്രത്തോളം ക്രൂരനാക്കാം എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണത്. ഈ ഭീകരമായ കൊലപാതകങ്ങൾക്ക് ശേഷമാണ് തിയോഡോറിക് രാജാവ് ഒരു നിർണായക തീരുമാനമെടുക്കുന്നത്. അതെ, അദ്ദേഹം കത്തോലിക്ക സഭയുടെ പരമോന്നത തലവനായ പോപ്പ് ജോൺ ഒന്നാമനെ അങ്ങോട്ട് വിളിച്ചുവരുത്തുന്നു.
പ്രായാധിക്യത്താൽ വളരെ അവശനായിരുന്നൊരു വ്യക്തിയായിരുന്നു അന്ന് പോപ്പ് ജോൺ. എന്നിട്ട് പുള്ളിയെക്കൊണ്ടൊരു നയതന്ത്ര ദൗത്യം ചെയ്യിപ്പിക്കാനായിരുന്നു രാജാവിന്റെ പ്ലാൻ. ശരിയാണ്. റോമൻ സെനറ്റർമാരായ ഫ്ലേവിയസ് തിയോഡോറസ്, അഗാബിറ്റസ്, കൂടാതെ ബിഷപ്പുമാർ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നു. ആ സംഘത്തെ നയിക്കേണ്ടത് സാക്ഷാൽ പോപ്പാണ്. പോപ്പിന് മുന്നിൽ വെച്ച ആവശ്യമാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ജസ്റ്റിൻ ചക്രവർത്തിയെ കണ്ട് സംസാരിച്ച് ആര്യൻ വിശ്വാസികൾക്കെതിരെയുള്ള നിയമം പിൻവലിപ്പിക്കുക. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആപ്പിൾ കമ്പനിയുടെ സിഇഒയെ ബലമായി പിടിച്ച് ആൻഡ്രോയിഡിന് വേണ്ടി നികുതി ഇളവ് ചോദിക്കാൻ വിടുന്നതുപോലെയില്ലേ ഇത്? വളരെ കൃത്യമായ ഒരു ഉപമയാണത്. കത്തോലിക്ക സഭയുടെ തലവൻ തന്നെ സഭയുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിനു വേണ്ടി, അതും തങ്ങളെ പീഡിപ്പിക്കുന്നൊരു രാജാവിനു വേണ്ടി വാദിക്കാൻ നിർബന്ധിതനാകുന്നു. എന്തൊരു അസംബന്ധമായ വൈരുദ്ധ്യമാണിത്! അതെ അതെ, വ്യത്യാസം ഇത്ര മാത്രമാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് വെറും കമ്പനിയുടെ ലാഭവിഹിതമല്ല, പകരം 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനാണ്. ശരിയാണ്. ഈ ഒരു ധാർമ്മിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാമെന്നതാണ് അവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. പോപ്പിന് ഒരിക്കലും സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറയാനോ ആര്യൻ വിശ്വാസമാണ് ശരിയെന്ന് അവിടെ പോയി വാദിക്കാനോ കഴിയില്ലല്ലോ. ഒരിക്കലുമില്ല. പക്ഷേ രാജാവിനെ ധിക്കരിച്ച് ദൗത്യം പരാജയപ്പെട്ടാൽ എന്താകും അവസ്ഥ? ഇറ്റലിയിലുള്ള 10,000-കണക്കിന് കത്തോലിക്കർക്ക് നേരെ രാജാവ് പ്രതികാരം ചെയ്യും. അതെ, അവരെ മുഴുവൻ കൊന്നൊടുക്കുമെന്നുറപ്പായിരുന്നു. ആ ജനതയുടെ ജീവൻ പോപ്പിന്റെ കൈകളിലായിരുന്നു. ഒന്നുകിൽ സ്വന്തം വിശ്വാസത്തെ ഒറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തം ജനതയുടെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനാകുക. ഈ അസാധ്യമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ വൃദ്ധനായ മാർപ്പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. 6-ാം നൂറ്റാണ്ടിലെ യാത്രാ സൗകര്യങ്ങൾ വെച്ച് രോഗിയായ ഒരു വയോധികൻ ദിവസങ്ങളോളം നീളുന്ന ഒരു കടൽ യാത്രയും കരയാത്രയും ചെയ്യുന്നത് തന്നെ വലിയ സാഹസികമാണ്. തീർച്ചയായും. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തിയപ്പോൾ നടന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. തിയോഡോറിക് രാജാവിന്റെ ഭീഷണിയും പേരി ഭയപ്പാടോടെ ചെന്ന പോപ്പിന് കിഴക്ക് ലഭിച്ചത് ആരും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ഗംഭീരമായ ഒരു സ്വീകരണമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. കത്തോലിക്ക എൻസൈക്ലോപീഡിയയിലെ ആ വിവരണം ശരിക്കും രോമാഞ്ചമുണ്ടാക്കുന്നതാണ്. ഏകദേശം 15,000-ഓളം വിശ്വാസികൾ കുരിശുകളും മെഴുകുതിരികളുമായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തെരുവിലിറങ്ങി. അതെ, വലിയൊരു ജനക്കൂട്ടമായിരുന്നു അത്. പാശ്ചാത്യ സഭയുടെ തലവനായ മാർപ്പാപ്പ ആദ്യമായിട്ടാണ് കിഴക്കൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വരുന്നത്. ഒരു സാമ്രാജ്യം മുഴുവൻ അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തുകയായിരുന്നു. സാധാരണ ഒരു നയതന്ത്ര പ്രതിനിധിക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു ആ ആദരവ്. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതായിരുന്നില്ല. ബൈസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റിൻ ഒന്നാമന്റെ പ്രതികരണമായിരുന്നു. മാർപ്പാപ്പയെ കണ്ട ഉടനെ ചക്രവർത്തി അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ശരിക്കോ? സാഷ്ടാംഗം പ്രണമിച്ചോ? അതെ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നിന്റെ അധിപനായ സർവാധികാരിയായ ഒരു ചക്രവർത്തിയാണ് ഒരു പുരോഹിതന്റെ മുന്നിൽ ഇങ്ങനെ വണങ്ങുന്നത്. ഇതിനുശേഷം വളരെ ചരിത്രപരമായ മറ്റൊരു ചടങ്ങ് കൂടി അവിടെ നടക്കുന്നുണ്ട്. മാർപ്പാപ്പ ജസ്റ്റിനെ സ്വന്തം കൈകൾ കൊണ്ട് കിരീടമണിയിക്കുന്നു. ഇത് വെറുമൊരു ചടങ്ങായിരുന്നില്ല. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വളരെ വലിയൊരു അധികാര സമവാക്യത്തിന്റെ പ്രതീകമായിരുന്നു അത്. ഭരണകൂടവും ആത്മീയതയും തമ്മിലുള്ള ഒരു സമവാക്യം. മതപരമായ ഐക്യത്തിന്റെ കാര്യത്തിലും ഈ യാത്ര വലിയ വിജയമായിരുന്നു. ആ ഒരു ഐക്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയണം. അലക്സാൻഡ്രിയയിലെ തിമോത്തി എന്ന പാത്രിയാർക്കീസ് ഒഴികെ കിഴക്കൻ സഭയിലെ മറ്റെല്ലാ പാട്രിയാർക്കീസുമാരും പോപ്പുമായി പൂർണ്ണ ഐക്യം പ്രഖ്യാപിച്ചു. അതൊരു വലിയ കാര്യമാണല്ലോ. വളരെ വലിയ കാര്യമാണ്. താങ്കളുടെ അറിവിലേക്കായി പറയട്ടെ, കിഴക്കൻ സഭകളിൽ വലിയ അധികാരമുള്ള വളരെ പ്രധാനപ്പെട്ട പ്രാദേശിക സഭാ മേലധ്യക്ഷന്മാരെയാണ് പാത്രിയാർക്കീസുമാരെന്ന് വിളിക്കുന്നത്. അവരെല്ലാവരും റോമിലെ മാർപ്പാപ്പയുടെ നേതൃത്വം അംഗീകരിച്ചു. എന്നിട്ട് AD 526 ഏപ്രിൽ 19 ആ ചരിത്രപ്രസിദ്ധമായ നിമിഷം സംഭവിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ കിഴക്കൻ സഭയുടെ ഹൃദയഭാഗമായ ഹാഗ്യ സോഫിയ പള്ളിയിൽ വെച്ച് പോപ്പ് ജോൺ കുർബാനയർപ്പിക്കുന്നു. അതും ലാറ്റിൻ ആചാരപ്രകാരം. അതെ, കിഴക്കൻ സഭയുടെ മണ്ണിൽ പാശ്ചാത്യ സഭയുടെ പരമോന്നത തലവൻ ഇത്രയും വലിയൊരു ചടങ്ങിനു കാർമ്മികത്വം വഹിക്കുന്നത് അന്നുവരെയുള്ള ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമായിരുന്നു. ഈ വലിയ ആദരവുകൾക്കും സ്വീകരണങ്ങൾക്കുമിടയിലും പോപ്പ് ജോൺ തന്റെ യഥാർത്ഥ ദൗത്യം എന്താണെന്ന് മറന്നിരുന്നില്ല, അല്ലേ? ഒട്ടും മറന്നിരുന്നില്ല. ഒരു നയതന്ത്രജ്ഞൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ ഏറ്റവും മികച്ച പാഠമാണ് പിന്നീട് നമ്മൾ കാണുന്നത്.
താൻ വിശ്വസിക്കാത്തൊരു കാര്യത്തിനു വേണ്ടി എങ്ങനെ വാദിക്കുമെന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നം. അതെ. പോപ്പ് അവിടെ വളരെ ബുദ്ധിപൂർവം പെരുമാറി. ആര്യൻ വിശ്വാസമാണ് ശരിയെന്നോ അവരെ അംഗീകരിക്കണമെന്നോ അദ്ദേഹം വാദിച്ചില്ല. മറിച്ച് ഇതിനെ ഒരു രാഷ്ട്രീയവും മാനുഷികവുമായ പ്രശ്നമായി അദ്ദേഹം ചക്രവർത്തിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതായത്, നിങ്ങളിവിടെ ആര്യൻ വിശ്വാസികളെ ദ്രോഹിച്ചാൽ എന്റെ നാട്ടിലുള്ള നിരപരാധികളായ കത്തോലിക്കരെ രാജാവ് കൊന്നൊടുക്കും. അതുകൊണ്ട് ആ നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ നിയമം പിൻവലിക്കണം എന്ന രീതിയിലാണല്ലേ പോപ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്? കൃത്യമായി അങ്ങനെ തന്നെ. തന്റെ സഭയുടെ വിശ്വാസം ഒട്ടും അടിയറവ് വെക്കാതെ, എന്നാൽ ഇറ്റലിയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ അദ്ദേഹം ചക്രവർത്തിയോട് സംസാരിച്ചു. ജസ്റ്റിൻ ചക്രവർത്തി പോപ്പിന്റെ ഈ ആവശ്യം ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിച്ചു കൊടുത്തു. ആര്യൻ വിശ്വാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കാമെന്നും അവരുടെ പള്ളികൾ അവർക്ക് തന്നെ വിട്ടു നൽകാമെന്നും ചക്രവർത്തി സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ചക്രവർത്തി വഴങ്ങിയില്ല എന്ന് ഉറവിടങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അതെ, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നിർബന്ധിതമായി മതമാറ്റപ്പെട്ട ആര്യൻ വൈദികർക്ക് അവരുടെ പഴയ പദവികൾ തിരികെ നൽകാൻ സാധിക്കില്ല എന്ന് ജസ്റ്റിൻ ചക്രവർത്തി തീർത്തു പറഞ്ഞു. ഓ, അതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞല്ലേ? അതെ, ആ ഒറ്റ കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം പോപ്പ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നടപ്പിലാക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ നോക്കുമ്പോൾ ആ നയതന്ത്ര ദൗത്യം വൻ വിജയമായിരുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. താങ്കൾക്കൊന്ന് ചിന്തിച്ചു നോക്കാമോ? പോപ്പിന് കിഴക്ക് ലഭിച്ച ഈ ചരിത്രപരമായ സ്വീകരണവും ബൈസന്റൈൻ ചക്രവർത്തി അദ്ദേഹത്തെ വണങ്ങിയതും മാർപ്പാപ്പ ചക്രവർത്തിയെ കിരീടമണിയിച്ചതുമെല്ലാം ഇറ്റലിയിൽ വലിയ വാർത്തയായിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും വലിയ വാർത്തയായി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇറ്റലിയിലുള്ള തിയോഡോറിക് രാജാവ് സന്തോഷിക്കുകയാണോ ചെയ്തത്? തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയല്ലോ എന്ന് കരുതി അദ്ദേഹം ആശ്വസിച്ചിട്ടുണ്ടാകുമോ? എനിക്ക് തോന്നുന്നത് ഇത് രാജാവിന്റെ ഭയം 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്തത് എന്നാണ്. അതെ. റോമൻ സെനറ്റും ബൈസന്റൈൻ സാമ്രാജ്യവും മാർപ്പാപ്പയും ചേർന്ന് തന്നെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന് രാജാവിന്റെ സംശയം ഇതോടെ ഉറപ്പാകുകയായിരുന്നില്ലേ? ഈ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസമെന്ന് പറയുന്നത് അതാണ്. പോപ്പിന്റെ ഏറ്റവും വലിയ വിജയമാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിനും ദുരന്തത്തിനും വഴി തുറന്നത്. ശരിയാണ്. ഇത് കേവലം ഒരു രാജാവിന്റെ അസൂയയായിരുന്നില്ല, മറിച്ച് ഒരു ഭരണാധികാരിയുടെ വലിയൊരു അരക്ഷിതാവസ്ഥയായിരുന്നു. പോപ്പ് ഒരു പുരോഹിതൻ മാത്രമാണെന്നും തന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ അദ്ദേഹം ദുർബലനാണെന്നുമായിരുന്നു തിയോഡോറിക് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്ന കാര്യങ്ങൾ രാജാവിന്റെ ആ ചിന്തയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. തീർച്ചയായും. ചക്രവർത്തിക്ക് തുല്യനായ അല്ലെങ്കിൽ അതിനും മുകളിലുള്ള ഒരു സ്വാധീനശക്തി പോപ്പിനുണ്ട് എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള ആത്മീയ അധികാരവും ജനസ്വാധീനവും പോപ്പിനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തനിക്കിതൊരു വലിയ ഭീഷണിയാണെന്ന് രാജാവ് കരുതി കാണും. അതെ, തന്റെ സാമ്രാജ്യത്തിന് ഭീഷണിയാകാൻ പോകുന്ന ഒരു വലിയ സഖ്യമാണ് അവിടെ രൂപപ്പെട്ടത് എന്ന് തിയോഡോറിക് വിശ്വസിച്ചു. പോപ്പിന്റെ നയതന്ത്ര വിജയം രാജാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പരാജയത്തിന്റെ സൂചനയായിരുന്നു. സംശയവും ഭയവും ഉണ്ടാക്കിയ പ്രത്യാഘാതം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. ആ ഐതിഹാസിക യാത്രയ്ക്കും വിജയകരമായ ചർച്ചകൾക്കും ശേഷം AD 526 പോപ്പ് ജോൺ ഇറ്റലിയിലേക്ക് മടങ്ങുന്നു. കിഴക്കൻ സാമ്രാജ്യത്തിൽ ലഭിച്ച രാജകീയ സ്വീകരണത്തിന്റെ ഓർമ്മകളുമായി വരുന്ന ആ മനുഷ്യനെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു. തിയോഡോറിക് രാജാവിന്റെ തലസ്ഥാനമായ ഇറ്റലിയിലെ റവന്യൂയിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ കോപാകുലനായ രാജാവ് പോപ്പിനെയും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന സംഘത്തെയും അറസ്റ്റ് ചെയ്യുന്നു. ആലോചിച്ചു നോക്കൂ, താൻ പറഞ്ഞയച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി സ്വന്തം ജനതയുടെ കൂട്ടക്കൊല ഒഴിവാക്കി തിരിച്ചുവരുന്നൊരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലമാണത്. കുറ്റമെന്താണെന്നോ? രാജ്യദ്രോഹം. കഷ്ടം തന്നെ. ബൈസന്റൈൻ സാമ്രാജ്യവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് രാജാവ് ആരോപിച്ചത്. വാർദ്ധക്യത്താലും മാസങ്ങൾ നീണ്ട ആ സുദീർഘമായ യാത്രാക്ഷീണത്താലും അദ്ദേഹം അപ്പോഴേക്കും തീർത്തും അവശനായി കഴിഞ്ഞിരുന്നു. അങ്ങനെയൊരാളെയാണ് രാജാവ് റലന്നയിലെ ഇരുണ്ട ജയിലറയിലേക്ക് തള്ളിയത്. രാജാവിന്റെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. വെറുമൊരു തടവു മാത്രമായിരുന്നില്ലത്. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ നൽകാതെയുള്ള കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനമായിരുന്നു അവിടെ നടന്നത്. അതെ. ആ ജീർണിച്ച ജയിലറയ്ക്കുള്ളിൽ കിടന്ന് രോഗവും പോഷകാഹാരക്കുറവും കാരണം AD 526 മെയ് 18 അദ്ദേഹം മരണപ്പെടുന്നു. ചില ചരിത്രരേഖകൾ പ്രകാരം അത് മെയ് 19 ആണെന്നും പറയുന്നുണ്ട്. എന്തായാലും ലോകമാദരിച്ചൊരു മനുഷ്യന്റെ അങ്ങേയറ്റം ദാരുണമായ അന്ത്യമായിരുന്നു അത്.
അദ്ദേഹത്തിന്റെ ഭരണകാലം എന്നത് 3 വർഷത്തിൽ താഴെ മാത്രമായിരുന്നു. എങ്കിലും സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ റോമിലെ ചരിത്രപ്രസിദ്ധമായ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നെരിയസ്, അക്കിലിയസ്, പ്രിസില്ല തുടങ്ങിയ പുരാതന കാലത്തെ പ്രശസ്തരായ രക്തസാക്ഷികളുടെ സെമിത്തേരികൾ നവീകരിച്ചത് അദ്ദേഹമാണ്. ശരിയാണ്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കലകളിലും ചിത്രരചനകളിലുമെല്ലാം പോപ്പ് ജോൺ ഒന്നാമനെ ചിത്രീകരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയുണ്ട്. ഒരു സബ് ഡീക്കനോടൊപ്പം, അതായത് സഭയിലെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായ സഹായിയോടൊപ്പം, ജയിലഴികളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വളരെ സങ്കടകരമായ ഒരു ചിത്രീകരണമാണത്. ഇതൊരു വലിയ ചിത്രവുമായി നമ്മൾ ബന്ധിപ്പിച്ചു നോക്കിയാൽ ഇത് വെറുമൊരു വ്യക്തിയുടെ ജയിൽവാസവും മരണവുമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന ഭരണകൂടവും മതവും തമ്മിലുള്ള നിരന്തരമായ അധികാര വടംവലിയുടെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണിത്. വളരെ ശരിയാണ്. കത്തോലിക്ക സഭ അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായിട്ടാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം രക്തസാക്ഷിയായത് ഒരു യുദ്ധകളത്തിൽ വാൾമുന കൊണ്ടല്ല, മറിച്ച് തന്റെ വിശ്വാസത്തോടും തന്നെ ഏൽപ്പിച്ച ദൗത്യത്തോടുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കൂറുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? 1500 വർഷങ്ങൾക്ക് മുൻപ് 6-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവത്തിന് ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക കാലത്തും അധികാരത്തിന്റെ ഭീഷണികൾക്ക് മുന്നിലും പ്രതിസന്ധികൾക്ക് നടുവിലും സ്വന്തം മൂല്യങ്ങളിൽ എങ്ങനെ ഉറച്ചു നിൽക്കണം എന്നതാണ് പോപ്പ് ജോൺ ഒന്നാമന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഉറവിടങ്ങളിൽ പറയുന്ന വളരെ പ്രസിദ്ധവും അർത്ഥവത്തുമായ ഒരു വാചകം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. ലോകം തെറ്റിദ്ധരിച്ചാലും സത്യം ഇളകാതെ നിൽക്കും. വളരെ ശക്തമായ ഒരു വാചകമാണത്. അതെ, സത്യത്തിനുവേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടേക്കാം. രാജാവിനെപ്പോലെ അധികാരമുള്ളവർ നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ ആത്യന്തികമായി സത്യം എപ്പോഴും അതിൻ്റേതായ ശോഭയോടെ നിലനിൽക്കും. പോപ്പ് ജോൺ ഒന്നാമൻ നേരിട്ടത് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു catch-22 അവസ്ഥയായിരുന്നു. ഒരു വശത്ത് ധാർമ്മികത, മറുവശത്ത് ജനങ്ങളുടെ ജീവൻ. ഈ പ്രതിസന്ധിയെ എങ്ങനെ നയതന്ത്രപരമായി നേരിടാമെന്നതിന്റെയും എന്നാൽ സ്വന്തം ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ചരിത്രം ഇന്നും നിലനിൽക്കുന്നു. ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വസ്തതയും നയതന്ത്രവും വളരെ കൃത്യമായി സമന്വയിപ്പിച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ അസാധാരണമായ കഥയാണ് നാം ഇന്ന് കണ്ടത്. ഈ ഡീപ് ഡൈവിൽ ഇത്രയും നേരം പങ്കെടുത്തതിന് താങ്കൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചരിത്ര വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഉറവിടങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ ചോദ്യം കൂടി ഞാൻ താങ്കൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. പോപ്പ് ജോൺ ഒന്നാമനോടുള്ള തിയോഡോറിക് രാജാവിന്റെ ഈ ക്രൂരത തന്നെയാകുമോ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിന് സൈനികമായി ഇടപെടാനും അവിടെ അധികാരമുറപ്പിക്കാനും ഒരു വലിയ ന്യായീകരണമായി മാറിയത്? ഓ, അതൊരു പുതിയ ചിന്തയാണല്ലോ. അതെ, അധികാരത്തെ ഭയന്ന് സ്വന്തം നിലനിൽപ്പിനായി രാജാവ് ചെയ്ത ഈ വധം തന്നെയാണോ ഒടുവിൽ ഓസ്ട്രോഗോത്ത് സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് വഴിവെച്ചത്? ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിന്തയാണത്. അധികാരഭയത്തിൽ നിന്നുണ്ടാകുന്ന ക്രൂരതകൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ തന്നെ നമ്മളിലേക്ക് വലിച്ചെടുപ്പിച്ചേക്കാം. ആർക്കറിയാം, ഒരുപക്ഷേ തിയോഡോറിക് രാജാവ് തന്റെ സ്വന്തം കുഴി തോണ്ടുകയായിരുന്നിരിക്കാം. അതെ, ചരിത്രം എപ്പോഴും അങ്ങനെയാണല്ലോ. തീർച്ചയായും. ചരിത്രത്തിന്റെ ഇത്തരം അജ്ഞാതമായ വഴികളെക്കുറിച്ചുള്ള ഈ ചോദ്യം താങ്കളുടെ ചിന്തയ്ക്കായി വിട്ടുതരികയാണ്. വീണ്ടും വളരെ കൗതുകകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത ഡീപ് ഡ്രൈവിൽ നമുക്ക് കാണാം. അതുവരെ ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള താങ്കളുടെ ഈ യാത്ര തുടരുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കാതിരിക്കുക. ശുഭദിനം.